ക്രിസ്ത്യാനോ റൊണാൾഡോയെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ തിരികെ എത്തിക്കാനുള്ള തീരുമാനത്തെ താൻ എതിർത്തിരുന്നതായി ക്ലബിന്റെ മുൻ പരിശീലകൻ ഒലെ ഗണ്ണർ സോൾഷിയർ. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ റൊണാൾഡോ വീണ്ടും എത്തുന്നത് ഗുണം ചെയ്തേക്കില്ലെന്നായിരുന്നു തന്റെ നിലപാട്. എന്നാൽ യുണൈറ്റഡ് മാനേജ്മെന്റിന്റെ തീരുമാനം മറിച്ചായിരുന്നുവെന്നും സോൾഷിയർ പറഞ്ഞു. മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെ തന്റെ പരിശീലന കാലയളവിനെക്കുറിച്ച് സോൾഷിയർ സംസാരിച്ചു. യുണൈറ്റഡിനായി ഞാൻ ചെയ്തതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഒരുപാട് മികച്ച കാര്യങ്ങൾ അക്കാലയളവിൽ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ കഴിയും. പലപ്പോഴും രണ്ടാമതും മൂന്നാമതും എത്താൻ യുണൈറ്റഡിന് കഴിയും. ഒരുപാട് തവണ സെമി ഫൈനലുകൾ കളിച്ചിട്ടുണ്ട്. എന്നാൽ നിർഭാഗ്യവശാൽ ഫൈനലുകളിൽ പരാജയപ്പെട്ടു. പ്രത്യേകിച്ചും വിയാറയലിനെതിരായ മത്സരം. ആ മത്സരം വിജയിച്ചിരുന്നെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മറ്റൊരു തലത്തിലേക്ക് മാറുമായിരുന്നു, സോൾഷിയർ വ്യക്തമാക്കി. 2018 മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ താൽക്കാലിക പരിശീലകനായി സോൾഷിയറെ നിയമിച്ചത്. പ്രീമിയർ ലീഗിലും ചാമ്പ്യൻസ് ലീഗിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നടത്തിയ മികച്ച പ്രകടനത്തിന് പിന്നാലെ സോൾഷിയറെ സ്ഥിരം പരിശീലകനായി നിയമിച്ചു. 2019-20 സീസണിൽ യുണൈറ്റഡിന് പ്രീമിയർ ലീഗിൽ 3-ാം സ്ഥാനത്തെത്താൻ സാധിച്ചു. 2021 സീസണിൽ യുണൈറ്റഡ് പ്രീമിയർ ലീഗിൽ 2-ാം സ്ഥാനത്തെത്തി. 21-22 സീസണിൽ പ്രീമിയർ ലീഗിൽ വാറ്റ്ഫോർഡ് എഫ്സിക്കെതിരെ പരാജയപ്പെട്ടതോടെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരിശീലക സ്ഥാനത്ത് നിന്നും സോൾഷിയർ പുറത്തായത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.